പറഞ്ഞത് തസിഹു ത്വഹാറത്തു, ഇതുകൊണ്ടുള്ള ത്വഹാറത്ത് ശുദ്ധിയാകും എന്നതാണ് ഒന്ന് പറഞ്ഞ ഭാഗം. പിന്നെ പറഞ്ഞത് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഓട്ടയടക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളിയാണെങ്കിൽ, അത് ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് ഇതിൽ നിന്ന് ഒഴിവാണ്, അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു. എന്നാലും അവിടെ അത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കണോ വേണ്ടേ, ആ ഭാഗം കൂടി കുടിക്കാതിരിക്കുക, ആ ഭാഗം തേക്കുന്നതിന് ഉപയോഗിക്കാതിരിക്കുക എന്ന സൂക്ഷ്മത ആവശ്യമുണ്ടോ ഇല്ലേ. അപ്പം മദ്ഹബിൽ അത് കറാഹത്താണ് എന്ന് പറയുന്നു. ഇനി മറ്റൊരു വിഷയം, അതോടെ കഴിഞ്ഞു. വതുബാഹു ആനയത്തുൽ കുഫാരി വലൗ ലം തഹില്ല ദബാഇഹും വസിയാബുഹും ഇൻ ജഹില ഹാലുഹാ. വതുബാഹു ആനയത്തുൽ കുഫാർ, അവിശ്വാസികളായ ആളുകളുടെ പാത്രങ്ങൾ അനുവദനീയമാണ്. കാഫിറായ ആളുകളുടെ പാത്രം ഉപയോഗിക്കൽ അനുവദനീയമാണ്. വലൗ ലം തഹില്ല ദബാഇഹും, അവർ അറുത്തത് ഭക്ഷിക്കൽ ഹലാലല്ലെങ്കിലും ശരി. അവർ അറുത്ത ഭക്ഷണം നമ്മൾ കഴിക്കാൻ പറ്റുമോ വെച്ചാൽ പറ്റുന്നല്ലോ, എന്നാലും അവിടെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ ഹലാലാണ്. വസിയാബുഹും, അവിടെ വസ്ത്രങ്ങളും അനുവദനീയമാണ്. ഇൻ ജഹില ഹാലുഹാ, അതിൻ്റെ ഹാല് അറിയില്ല എങ്കിൽ. എങ്ങനെ അങ്ങനെയാണെങ്കിൽ ജുഹില ഹാലുഹ നോക്കാം. ഇൻ ജുഹില ഹാലുഹ, അതിൻ്റെ ഹാല് അറിയപ്പെടാത്തതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മതത്തിൻ്റെ പേരിൽ മാത്രം അയാളുടെ പാത്രമോ വസ്ത്രമോ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. മുസ്ലിം ആണെങ്കിൽ അയാൾ വസ്ത്രം ഉപയോഗിക്കാം, മുസ്ലിം അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നില്ല. പിന്നെ ഈ ചർച്ച എന്തുകൊണ്ട് ഇവിടെ വന്നു വെച്ചാൽ, സ്വാഭാവികമായും നിഷേധികളായ ആളുകളെ പാത്രത്തിലും വസ്ത്രത്തിലും നജസ്സുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം മൂത്രയിച്ചാൽ അവർ കഴിക്കണമെന്നില്ല. അതേപോലെയുള്ള പല സ്ഥലത്തും നമ്മൾ നജസ്സായി കാണുന്ന പലതും അവർക്ക് പ്രശ്നമല്ല. അപ്പം നായ, പന്നി തുടങ്ങിയ പലതുമായിട്ടൊക്കെ ചിലപ്പോൾ വീട്ടിലൊക്കെ ഇടപഴകുന്നുണ്ടാവും. അവയടക്കം ഈ പാത്രത്തൊക്കെ ഇപ്പോൾ തലയിട്ട് പോകുന്നൊക്കെ ഉണ്ടാവും. അവരെ സംബന്ധിച്ച് അത് വലിയൊരു വിഷയമല്ല. മാത്രമല്ല ചിലപ്പോൾ ശവം പാചകം ചെയ്യാൻ അവരാ പാത്രം ഉപയോഗിച്ചേക്കാം. പന്നിമാംസം പാചകം ചെയ്യാൻ ആ പാത്രം ഉപയോഗിച്ചേക്കാം. അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഹറാമായ നജസായ വസ്തുക്കൾ പാചകം ചെയ്യാൻ അത് ഉപയോഗിക്കാം. വസ്ത്രം അതേപോലെ ചിലപ്പോൾ കുട്ടി മൂത്രയ്ക്കും വസ്ത്രത്തിൽ ഒരു പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ സൂക്ഷ്മത ഉണ്ടാവണമെന്നില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു ഭാഗത്തിന് വേണ്ടി അങ്ങനെ ശുദ്ധീകരണം അവരെ ശീലിച്ചിട്ടില്ല. അതാണ് ഈ മസല വരാനുള്ള കാരണം. അപ്പം മൊത്തത്തിൽ അസ്ലിയായിട്ട് പറയുമ്പോൾ അവിടെ പാത്രവും വസ്ത്രമൊക്കെ നമുക്ക് ഹലാലാണ്. സാധാരണ ഗതി പറയുമ്പോൾ ഉതുബാഹു ആനിയത്തുൽ കുഫാരി, അവരുടെ ആനിയത്ത് പാത്രങ്ങൾ അനുവദനീയമാകും എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതിൻ്റെ എടി പറഞ്ഞാണ്. അല്ല, അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ചത്. അത് വേറെ ഒഴിവന്നു. അപ്പം ഇവിടെ പറഞ്ഞ കുഫാർ ഏതാണ്? അറുത്ത് തിന്നാൻ പറ്റാത്ത കുഫാറാണ്. അതെല്ലാം പറ്റും. മുസ്ലിക്കാവട്ടെ, മജൂസിയാവട്ടെ, ഏത് ജാതി ഏത് മതാവട്ടെ. അതുകൊണ്ടാണ് അവരുടെ അറുത്തത് ഹലാലല്ലെങ്കിലും ശരി. അഹ്ലു കിതാബാണെങ്കിൽ അറുത്തത് തിന്നാം. എന്നാൽ അഹ്ലു കിതാബ് അല്ല, തനി മുസ്ലിക്ക് അല്ലെങ്കിൽ മുർത്തദ്ദാണ്, അതും വരാം. കാഫിർ അസ്ലിയായ കാഫിറും വരാം, മുർത്തദ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയൊരു കാഫിർ അവനും വരാം. അപ്പം ഏതാണ് ശരി, ആളുടെ ജാതിയും മതം നോക്കി അയാളുടെ ഭക്ഷണവും പാത്രവും ഉപയോഗിക്കാതിരിക്കുക എന്നതല്ല. അടിസ്ഥാനമായി പാത്രങ്ങളൊക്കെ അനുവദനീയമാണ്, വസ്ത്രങ്ങളൊക്കെ അനുവദനീയമാണ്. അതാണ് വസിയാബുഹും, അവിടെ വസ്ത്രങ്ങളും. ഇൻ ജുഹില ഹാലുഹാ, അതിൻ്റെ അവസ്ഥ അറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നജസുണ്ടോ നജസില്ലെന്ന് അറിയില്ല. മൂന്നവസ്ഥ ഉണ്ടാകാം. ഒന്ന് നജസുണ്ട് എന്ന് അറിയാം, ഉറപ്പാണ്. നജസുണ്ട് എന്ന് അറിയാം, ഉറപ്പാണ്. രണ്ട് നജസില്ല, ശുദ്ധിയാണ് എന്നറിയാം, ഉറപ്പാണ്. മൂന്ന് ഒന്നും അറിയില്ല. അപ്പോൾ ഒന്നാമത്തെ അവസ്ഥ നജസാണെന്ന് ഉറപ്പാണ്. എന്നാൽ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ കാഫിറായതുകൊണ്ടാണോ? അല്ലാതെ മുസ്ലിമിലാണെങ്കിലോ അപ്പോഴും പറ്റുന്നല്ലോ. ഒരു മുസ്ലിമിൻ്റെ വസ്ത്രമാണെങ്കിലും ശരി, അതിൽ നജസുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ അതിൻ്റെ ഒന്ന് ഹാൽ അറിയുക എന്നാണ്. ഒരവസ്ഥ ഹാൽ അറിയുക, മറ്റൊരു ഹാൽ അറിയാതെ വെക്കുക. ഹാൽ അറിയുകയാണെങ്കിൽ രണ്ട് ഹാലുണ്ടാവും. ഒന്ന് ശുദ്ധിയാണ് എന്നറിയാം, രണ്ട് നജസാണ് എന്നറിയുക. അപ്പം ശുദ്ധിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിലോ ഒരു പ്രശ്നമില്ല, അപ്പം മസല ചർച്ചയില്ല. ശുദ്ധി അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിലോ അപ്പോഴും സംശയമില്ല, അപ്പോൾ നമുക്ക് ഒഴിവാക്കണം.
അപ്പൊ ഇനി മൂന്നാമത്തെ അവസ്ഥ മാത്രമേ ബാക്കിയുള്ളൂ. അതേതാ? ജഹാലത്തുൽ ഹാൽ, അല്ല അവസ്ഥ എന്താ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? അതാണ് ഇൻജുഹില ഹാലുഹ. ഹാൽ അറിയില്ലെങ്കിൽ ഹലാലാണ്. എന്തുകൊണ്ട്? അസ്ല് ഹലാലാണ്, അസ്ല് ഹലാലാണ്. അപ്പൊ ഈ ഹലാൽ ആ അസ്ലിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് പോകണമെങ്കിൽ ആ യഖീൻ ഒഴിവാക്കാൻ മറ്റൊരു യഖീൻ വരണം. നമ്മൾ ബോർഡ് എഴുതി പഠിപ്പിച്ചാണ്, അൽ യഖീൻ ലാ യസൂലു ബിശ്ശക്കി, യഖീൻ ശക്ക് കൊണ്ട് നീങ്ങുകയില്ല. അപ്പൊ അസ്ലിൽ യഖീനാണ്, തോഹിറാണ്. ഇനി അത് ഒഴിവായി അല്ല നെസാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത കാലത്തോളം ആ തോഹിർ നമുക്ക് പിടിക്കാം. എന്നാൽ പിന്നെ എന്തിന് കുഫാർ ചർച്ച ചെയ്തു? അപ്പൊ മുസ്ലിമിന് അങ്ങനെ തന്നെയല്ലേ? മുസ്ലിമിന്റെ മാത്രം വസ്ത്രം അങ്ങനെ തന്നെയല്ലേ? പിന്നെ എന്തിനാ കുഫാറിന് പ്രത്യേകം പറഞ്ഞത്? കുഫാറിൻ്റെതിൽ സാധാരണഗതിയിൽ നജസും അതൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. മുസ്ലിമിനെ അപേക്ഷിച്ച് സാധ്യത കൂടുതൽ. കാരണം മുസ്ലിമികളാകുമ്പോൾ സ്വാഭാവികം 5 നേരം നിസ്കരിക്കുന്നു, ഉദൂ ചെയ്യുന്നു, അതേപോലെ കുളിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായും ഇത്തരം വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കും. കുഫാറിനെ സംബന്ധിച്ച് അങ്ങനെ സൂക്ഷ്മത പാലിക്കുക എന്ന വിഷയം ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ വസ്ത്രത്തിലുള്ള പാത്രത്തിലും നജസുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആ വിഷയം അവിടെ ചർച്ചയ്ക്ക് വന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിക്കീങ്ങൾ ക്ഷണം സ്വീകരിച്ചതും അവിടെ പോയി ഭക്ഷണം കഴിച്ചതും ഒക്കെ ഒന്നിലേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിക്കാത്തായ സ്ത്രീയുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഖൈബറിൽ യഹൂദി പെണ്ണ് നബി സൽക്കരിച്ചു കൊണ്ടുപോയി വിഷമൂട്ടിയ ഭക്ഷണം കൊടുത്തതുണ്ട്. ഇങ്ങനെ ഒന്നിലേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഹ്ലു കിതാബിന്റെ ഏതായാലും പറ്റുന്ന ഖുർആൻ എടുത്തു പറഞ്ഞതുമാണ്. വതആമുല്ലദീന ഊതുൽ കിതാബ ഹില്ലുൽ ലക്കും വതആമുക്കും ഹില്ലുൽ ലഹും. അഹ്ലു കിതാബിന്റെ ഭക്ഷണം നിങ്ങൾക്ക് ഹലാലാണ്, നിങ്ങളുടെ ഭക്ഷണം അവർക്കും ഹലാലാണ് എന്ന് അല്ലാഹു തആല തന്നെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പാത്രങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ എന്നിവ അടിസ്ഥാനപരമായി പാത്രങ്ങളെല്ലാം ഹലാലാണ് എന്ന ആ നിയമത്തിൽ തന്നെ വരുന്നു. എന്നാൽ നജസാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവതല്ല. നജസ് ഇല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഉപയോഗിക്കുകയും ചെയ്യാം. നജസ് ഉണ്ടോ ഇല്ല എന്ന് അറിയില്ല എങ്കിൽ അസ്ലു നിയമപ്രകാരം നമുക്ക് നിൽക്കാം. അതാണ് തുബാഹു, അത് ഹലാലാണ്. എപ്പോൾ? ഇൻജുഹില ഹാലുഹ, അതിൻ്റെ ഹാല് അറിയില്ല എങ്കിൽ, അഥവാ നജസാണോ ശുദ്ധിയാണോ എന്ന ആ അവസ്ഥ അറിയില്ല എങ്കിൽ അവിടെ നമുക്ക് അസ്ലിൽ നിൽക്കാം എന്നാണ് നമുക്കതിന് പറയാവുന്നത്. നബി തങ്ങളിൽ നിന്ന് സ്വഹാബത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സംഭവങ്ങൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. മുശ്രിക്കത്തായ ഒരു പെണ്ണിൻ്റെ പാത്രത്തിൽ നിന്ന് നബി വുദൂ ചെയ്തു എന്നിവരെ സ്വഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി ആ ആശയം ഉദ്ധരിക്കുന്നുണ്ട്. സമാനമായി മറ്റൊരു ചിലതുമുണ്ട്. എന്നാൽ ഇത് ചർച്ച ഫിഖ്ഹിൽ വരാനൊരു കാരണമുണ്ട്. ഈ ചർച്ച ഫിഖ്ഹിൽ വരാൻ കാരണം ഒന്നും നേരത്തെ പറഞ്ഞ കാരണം, അതായത് സാധാരണഗതിയിൽ അവിടെ പാത്രത്തിലും വസ്ത്രത്തിലും നജസുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു കാരണമുള്ളത് നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം, ലാ തഅകുലൂ ഫീഹാ ഇല്ലാ അല്ലാ തജിദൂ ഗൈറഹാ ഫഗ്സിലൂഹാ വകുലൂ ഫീഹാ. അവിശ്വാസികളെ പാത്രത്തെ പറ്റി ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലാ തഅകുലൂ ഫീഹാ, നിങ്ങൾ അതിൽ ഭക്ഷിക്കരുത്. ഇല്ലാ അല്ലാ തജിദൂ ഗൈറഹാ, അതല്ലാത്തത് ഇല്ലെങ്കിലല്ലാതെ, അവരെ പാത്രമല്ലാതെ മറ്റൊന്നുമില്ല എങ്കിലല്ലാതെ നിങ്ങൾ ആ പാത്രത്തിൽ ഭക്ഷിക്കരുത്. അത് മാത്രമേ ഉള്ളൂവെങ്കിൽ ഫഗ്സിലൂഹ, നിങ്ങൾ അതിനെ കഴുകുക, വകുലൂ ഫീഹാ, എന്ന് നിങ്ങൾ അതിൽ ഭക്ഷിച്ചു കൊള്ളുക എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി മറ്റൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഹദീസ് വന്നല്ലോ, അപ്പം അതുകൊണ്ട് ഓല പാത്രം പാടില്ല എന്ന് വരൂലേ എന്നാണ് രണ്ടാമതൊരു ന്യായം ഫിഖ്ഹിന്റെ കിതാബിൽ ചർച്ച വരാൻ. എന്നാൽ അതിന് പറയുന്ന വജ്ഹ് അത് പിന്നെ ശവമോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് അനുവദിക്കാമല്ലാത്ത ഭക്ഷിക്കാൻ പറ്റാത്ത വല്ല ഇതൊക്കെ പാകം ചെയ്തോ, പ്രത്യേകിച്ച് ഇപ്പോൾ അവരർത്ഥം ഉണ്ടാവും. അവർ കോഴിനർത്ഥം അവർ പാചകം ചെയ്ത് ഭക്ഷിച്ചു, ഒരർത്ഥം തിന്നാൻ പറ്റുമോ വെച്ചാൽ പറ്റൂല. അപ്പം ആ മാംസം പാചകം ചെയ്തു. അത്ര ഒരു പാത്രമായിരിക്കാം ഒരു പക്ഷേ ചോദിക്കപ്പെട്ടത്. അങ്ങനത്തെ പാത്രമേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യും? അപ്പം അതേ ഉള്ളൂവെങ്കിൽ കഴുകിയിട്ട് തിന്നുകൊള്ളുക എന്നാണ് പറഞ്ഞത്. കഴുകിയിട്ട് തിന്നുകൊള്ളുക. അപ്പം അതല്ല അസ്ലിയായിട്ട് തന്നെ പാടില്ലാതാണെങ്കിൽ പിന്നെ കഴുകിയതുകൊണ്ട് മാത്രം ഹലാലെന്ന് വരൂതല്ലോ. അപ്പം ഞങ്ങൾ കഴുകുക എന്നിട്ട് ഭക്ഷിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു പക്ഷെ അങ്ങനെ കഴുകിയാൽ നീങ്ങിപ്പോകാവുന്ന എന്തെങ്കിലുമൊക്കെ അതിൽ ഉള്ളത് കൊണ്ടായിരിക്കണം ആ ചോദ്യം വന്നത് എന്നാണ് തിരിച്ചതിനും നൽകുന്ന മറുപടി. വല്ലാഹു അഅലം. അവൾ കഴിക്കാം, പറ്റും. ഒരർത്ഥം ഭക്ഷിക്കാലോ, അഹ്ലു കിതാബ് അർത്ഥം ഭക്ഷിക്കാലോ. അതെ, അവിടെയാണ് പറഞ്ഞത് ഹാല്
അറിയുമെങ്കിൽ ഏത് ഹാലാണോ അറിയുക അതിൻ്റെ വിധി ഉണ്ടാവും. അറിയാത്തൊക്കെ നമ്മൾ ഹലാലായി കൂട്ടാം, അറിയാത്തത് ഹലാലായി കൂട്ടാം. പിന്നെ ആയിഷ ബീവി ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് മാംസം കൊണ്ടു തരുന്നു, ഒരു ബിസ്മി ചൊല്ലില്ല ഞങ്ങൾക്ക് അറിയില്ല, ഇപ്പം എന്തൊക്കെ ബിസ്മില്ലിട്ട് ഭക്ഷിച്ചോളിയാണ്. എന്നുവെച്ചാൽ ബിസ്മി ചൊല്ലിയിട്ടില്ല ഉറപ്പാണെങ്കിലോ പറ്റൂല. ബിസ്മി ചൊല്ലിയിട്ടില്ല അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എന്ന് വേണ്ട അർത്ഥത് അത് പറ്റൂല. എന്നാൽ നമ്മൾ തോണ്ടി തോന്നി പിന്നാലെ കൂടി കണ്ട് ബിസ്മി ചൊല്ലിക്കണോ പോയി കണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, അവിടെ ബിസ്മി ചൊല്ലി നമുക്കണ്ട് കഴിക്കാം എന്നാണ് ഇവിടെ പഠിപ്പിച്ചത്. വല്ലാഹു അഅലം. അത് പറ്റും, അതല്ല, അത് സാധാരണ ഭക്ഷണം. അത് അറബിൽ മാത്രമേ ഉള്ളൂ, അല്ലാത്തടത്തില്ല. ഓലെ പച്ചക്കറി, ഓലെ റൊട്ടി, ഓലെ പിന്നെ ദോശ, പുട്ട ഒന്നും പ്രശ്നമില്ല. അടുത്ത ഭക്ഷണത്തിനാണ് പ്രശ്നമുള്ളത്.